വി.ഡി. സതീശൻ എന്ന ഭരണാധികാരി കൃത്യമായ ആശയങ്ങളുള്ള ദീർഘവീക്ഷണമുള്ള ഒരു നേതാവാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ അന്നത്തെ സർക്കാരിനെ കണ്ണട ചെതിർത്ത് മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്, മറിച്ച് വിമർശനം ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളിലും കൃത്യമായ ബദലാശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പുതിയുഗ യാത്രയിലുടനീളം അതാണ് കണ്ടത്. UDF അധികാരത്തിലെത്തിയാൽ ഓരോ മേഖലയിലും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി വിശദീകരിച്ചാണ് വോട്ട് തേടിയത്. അതിനെ ജനം അംഗീകരിച്ചതിൻ്റെ തെളിവായി വേണം മികച്ച വിജയത്തെ കാണുവാനും. UDF അധികാരത്തിലേറിയിട്ട് 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. മെയ് 18-നാണ് സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. 3 മാസത്തിനിടയിൽ ജനോപകാരപ്രദങ്ങളായ പല നടപടികളും കൈക്കൊള്ളാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ മനോരമയുടെ കോൺക്ലേവിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ സർക്കാരിന് 6 മാസം സമയം തരിക, പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പാലിച്ചു കാണിക്കുമെന്നും അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി സതീശൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഈ ഓണക്കാലത്തെ സർക്കാരിൻ്റെ വിപണി ഇടപെടലാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ കഴിഞ്ഞ 2 വർഷക്കാലം വിലക്കയറ്റത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും സപ്ലൈകോ വഴി സർക്കാരിന് വിലക്കയറ്റം നിയന്ത്രിക്കാനാകുമെന്ന് പറയുകയും ചെയ്തിരുന്നു സതീശൻ. അത് ഇത്തവണ പറയുകയല്ല, കാണിച്ചു കൊടുത്തു മുഖ്യമന്ത്രി. ഇത്തവണ സപ്ലൈകോയുടെ എല്ലാ സ്റ്റോറുകളിലും സാധനങ്ങൾ ആവശ്യം പോലെ ലഭ്യമാണ്. 13 ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ സർക്കാർ നൽകുന്നു. വലിയ തിരക്കാണ് സപ്ലൈകോയുടെ ഓരോ ഔട്ട്ലെറ്റുകളിലും അനുഭവപ്പെടുന്നത്. അത് മാധ്യമ വാർത്തകളിലൂടെ നാം എല്ലാം കാണുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം പൊതുവിപണിയിലെ വിലക്കയറ്റം കാരണം സപ്ലൈകോയിൽ കയറിയവർ അവിടെ സാധനങ്ങൾ ഇല്ലാതെ തിരിച്ചിറങ്ങി പോകുന്നതാണ് കണ്ടത്. ഇത്തവണ വെള്ളിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആളുകളാണ് സപ്ലൈകോയെ ഈ ഓണക്കാലത്ത് ആശ്രയിച്ചിരിക്കുന്നത്. വരുന്നവർ വെറും കൈയോടെ പോകുന്ന അവസ്ഥ ഇക്കുറി ഉണ്ടായിട്ടുമില്ല. അത്രയ്ക്കും പിഴവില്ലാത്ത രീതിയിലാണ് ഇത്തവണ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതിന് രൂപം നൽകിയതും. മന്ത്രിസഭ എങ്ങനെയാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് സതീശൻ. എല്ലാ വകുപ്പുകളിലും ടീമായിട്ടാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മന്ത്രിമാരും സെക്രട്ടറിമാരും വകുപ്പ് തലങ്ങളിലും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും വിവിധ തല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓരോ വകുപ്പുകൾക്കും ഓരോ ചലഞ്ച് നൽകിയിരിക്കുകയാണ്. ഭക്ഷ്യവകുപ്പുമായുള്ള ചർച്ചയിൽ നൽകിയ ചലഞ്ചായിരുന്നു ഓണക്കാലത്തെ ഈ ഇടപെടൽ. അങ്ങനെ ഓരോ വകുപ്പിലെയും ടീം വർക്ക് അദ്ദേഹം വ്യക്തമാക്കുന്നു. ധനമന്ത്രി എന്ന നിലയിൽ ഈ ഓണക്കാലത്ത് കാട്ടിയ തന്ത്രത്തെക്കുറിച്ച് സതീശൻ മനോഹരമായാണ് വിശദീകരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം, എങ്കിലും എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് പണം സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഈ പണം ജനങ്ങൾ ചെലവഴിക്കും. അടുത്ത 3 മാസത്തിനകം ഇത് വിപണിയിൽ 6-7 തവണ സർക്കുലേറ്റ് ചെയ്ത് GST ആയിട്ട് സർക്കാരിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തും. അങ്ങനെ സമ്പദ് വ്യവസ്ഥയെ ഊർജ്ജസ്വലമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിക്ക് ഒരു CEO ആയി പ്രവർത്തിക്കേണ്ടി വരുമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. അവതാരകനായ ജോണി ലൂക്കോസിന്റെ ഓരോ ചോദ്യങ്ങൾക്കും വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് സതീശൻ മറുപടി നൽകുന്നത്. ഗ്രൂപ്പില്ലാതെ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണല്ലോ സതീശൻ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് താൻ പ്രതിപക്ഷ നേതാവായപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് മറുപടി നൽകിയത്. തുടർച്ചയായിട്ട് 2 തവണ തോറ്റ് 2ാം തവണ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു UDFന്. അതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ ചോദ്യത്തെ സതീശൻ വളരെ തന്മയത്വത്തോടുകൂടി നേരിടുന്നത്. ഒന്നിനും വഴങ്ങാത്ത ആളെന്ന വിമർശനത്തെ സതീശൻ തള്ളിക്കളയുന്നുണ്ട്. അങ്ങനത്തെ ഒരാളല്ല താൻ. പണ്ട് സ്വന്തം അഭിപ്രായം അത് തെറ്റാണെങ്കിലും അത് ഒരു ഇരുമ്പുലൊക്കെ കണ്ട് വ്യക്തിയായിരുന്നു താൻ. എന്നാൽ ഇന്ന് താൻ ഒരുപാട് നവീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരഭിപ്രായം മുന്നോട്ട് വെച്ചാൽ അത് ചർച്ചയിൽ അത് ശരിയല്ലെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കും. ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി തൻ്റെ ആശയത്തെ നവീകരിക്കും. അത്തരത്തിലുള്ളൊരു ടീം വർക്കാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സതീശൻ ഈ അഭിമുഖത്തിനിടയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അരപ്പിണറായി എന്ന വിമർശനം ഉയരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് വളരെ രസകരമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എല്ലാവർക്കും നല്ല വശങ്ങളും മോശം വശങ്ങളുമുണ്ട്. തൻ്റെ മോശം വശങ്ങളെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയൻ്റെ നല്ല വശങ്ങൾ നോക്കി അതുകൂടി എടുത്താൽ അരപ്പിണറായി ആയില്ലേ എന്നായിരുന്നു മറുപടി. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്നതാണ് സതീശൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ സാധിക്കും. പേപ്പർ നോക്കി മറുപടി പറയേണ്ടി വരുന്നില്ല. എല്ലാത്തിനും അപ്പുറം ഏവരെയും പിടിച്ചിരുത്തുന്ന സംസാര ശൈലി കൂടിയാകുമ്പോൾ സതീശന് വേണ്ടി കൈയടിക്കുകയാണ് ജനങ്ങൾ. അങ്ങനെ വി.ഡി. സതീശൻ തൻ്റെ ദീർഘവീക്ഷണവും രാഷ്ട്രീയക്കാരനെന്ന നിലയിലുള്ള മെയ്വഴക്കവും ഒന്നിച്ച് പ്രകടമാക്കിയ ഒരു വേദിയായി മനോരമ ന്യൂസ് കോൺക്ലേവ് മാറുന്നതാണ് ഇന്നലെ കണ്ടത്.